ആകാശവാണി കവരത്തി. ഫെൺഫൂരിഷ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ആകാശവാണി കവരത്തി നിലയത്തിൻ്റെ ഫെൺഫൂരിഷ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വന്തം കഴിവുകളും അറിവും സമൂഹത്തിൻ്റെ പുരോഗതിക്കായി പങ്കുവച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന നിരവധി വനിതകളുണ്ട്. റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്കിൽ ട്രെയിനറായി സേവനമനുഷ്ഠിച്ചു വരുന്ന ആന്ധ്രാത്ത് ദ്വീപ് സ്വദേശിനി TP റഹ്മത്താണ് ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി. നമസ്കാരം. ആകാശവാണി കവരത്തി നിലയത്തിൻ്റെ ഫെൺഫൂരിഷ എന്ന പരിപാടിയാണ്. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? പരിചയപ്പെടുത്താമല്ലോ. പറഞ്ഞു. ഞാൻ ആന്ധ്രാത്തിൽ നിന്നാണ് വരുന്നത്. TP റഹ്മത്ത്. പിന്നെ MP അബ്ദുൽ ഖാദർ ബാപ്പയാണ്. ഉമ്മ TP ബീബിജാൻ. ആന്ധ്രാത്ത് ദ്വീപുകാരിയാണ്. ആന്ധ്രാത്ത് ദ്വീപുകാരിയാണ്. ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു കവരത്തി? ഇവിടെ ഇപ്പോൾ പിന്നെ കാനറ ബാങ്കിൽ DST ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട്? വേറെ ഞാൻ പിന്നെ ഹോട്ടൽ ബിസിനസ് നടത്തുന്നുണ്ട്. ഇവിടെ തന്നെയാണ്? ഇല്ല, നാട്ടിൽ ചെറിയ രീതിയിൽ അങ്ങനെ നടത്തുന്നുണ്ട്. പിന്നെ നിഫായിൽ ഒരു ഇതുണ്ട്. പിന്നെ അങ്ങനെ ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എല്ലാം കൊടുക്കും. പിന്നെ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇങ്ങനെ പോകുന്നുണ്ട്. പല മേഖലയിലും ഉണ്ട്. നിഫയിലായതുകൊണ്ട് ഒരു സാമൂഹിക പ്രവർത്തകയും കൂടിയാണ് ടീച്ചർ അല്ലേ? ശരിയാണ്. ടീച്ചറിൻ്റെ ഇപ്പോൾ ഇവിടെ വരെയുള്ള ഒരു യാത്രയെക്കുറിച്ച് പറയാമോ? ഞാൻ പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം കാലിക്കറ്റിലായിരുന്നു. പ്രിൻറ്റിങ് ടെക്നോളജി പഠിച്ചു. അത് JDT ഇസ്ലാമിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രദീപം പ്രസ്സിൽ പഠിച്ചു. ഒരു വർഷം വീണ്ടും പ്രിൻറ്റിങ് ടെക്നോളജി തന്നെ പഠിച്ചാണ്. അവിടെ നിന്ന് സെക്കൻഡ് ക്ലാസ്സോടെ പാസ്സായി. തൃശ്ശൂർ പോയി പരീക്ഷ എഴുതി. അങ്ങനെ സെക്കൻഡ് ക്ലാസ്സോടെ പാസ്സായി. പിന്നെ ഇവിടെ ഇൻ്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷേ അവിടെ ഏജ് ഓവറായി പോകുന്ന ആൾക്കാരുള്ളത് കൊണ്ട് ബാക്കടിച്ചു. അതിനുശേഷം എൻ്റെ ഉപ്പാക്ക് വല്ലാത്തൊരു സങ്കടമായി പോയി. അപ്പോൾ ഉപ്പ പറഞ്ഞ് ഇനി പോകണ്ടെന്ന്. അപ്പോൾ ആ കാരണം കൊണ്ട് ഇപ്പം ഞാൻ വേറെ ഫീൽഡിലേക്ക് മറിഞ്ഞു. എന്ന് പറഞ്ഞാൽ സാമൂഹിക പ്രവർത്തനം. ആദ്യം അംഗൻവാടി ടീച്ചറായി. പിന്നെ ക്രഷിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുവനന്തപുരം ലിറ്ററസി മിഷനും ലക്ഷദ്വീപ് ലിറ്ററസി മിഷനും പിന്നെ തിരുവനന്തപുരം ലിറ്ററസി മിഷനുമായിട്ട് കൈകോർത്തു. അവിടെ പ്രേരക്കായി, നോഡൽ പ്രേരക്കായി, പിന്നെ ഫെസിലിറ്റേറ്ററായി. അവിടെ നിന്ന് പിന്നെ ദീപശ്രീയിലേക്ക് പോയി. ദീപശ്രീയിലേക്ക് RP ആയി, IBCB ആയി. അവിടെ നിന്ന് നിർത്തി. ഇപ്പോൾ ഇവിടെ DST ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പല പല മേഖലയിലൂടെ കടന്നു വന്നു. അതൊരു പരിചയമാണ്. ഒരു നല്ലൊരു ഫീനിക്സ് പക്ഷിയെ പോലെ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ഒരു പോയതാണ്. എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ട് പോകുന്നത്. തയ്യൽ വർക്ക് ചെയ്യും ഞാൻ. എൻ്റെ എല്ലാ ഡ്രസ്സും ചെയ്യും. പിന്നെ എനിക്ക് ആദ്യ ഗുരു എൻ്റെ ഉപ്പയാണ്. പിന്നെ നമ്മുടെ ബെഡ്, തലയിണ അങ്ങനെ എല്ലാം പഠിപ്പിച്ചു തരുന്ന ഉപ്പയായിരുന്നു. ഉപ്പ പിന്നെ എൻ്റെ ജ്യേഷ്ഠത്തി ഉണ്ടായിരുന്നു. ജ്യേഷ്ഠത്തി ഇപ്പോഴും ഉണ്ട്. അപ്പം ജ്യേഷ്ഠത്തിയാണ്. പിന്നെ ഈ ഉമ്മമാരുടെ കുപ്പായുണ്ടല്ലോ, നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാരുടെ ഈ കസവ് വെച്ച് എംബ്രോയിഡറി വർക്ക് ചെയ്ത് അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ ഇങ്ങനെ ചുരിദാർ എല്ലാ ഇതും ചെയ്യുമായിരുന്നു. മസ്രത്ത് പിന്നെ ഹോമിൽ പോയി എംബ്രോയിഡറി പഠിച്ചു. അങ്ങനെ അതെല്ലാം പഠിച്ചു വന്നു. പല പല മേഖലയിലും കടന്നു പോയതാണല്ലോ ടീച്ചർ. ഇപ്പം ഈ മേഖലയിൽ എത്താൻ എന്താണ് പ്രചോദനമായത്? ഞാൻ ദീപശ്രീയിൽ നിന്ന് IBCBയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം രാജിവെച്ചത് കാരണം എനിക്ക് കാലിനൊരു ഫ്രാക്ചർ ഉണ്ടായി. എത്ര വർഷമായി? അത് പിന്നെ 8 മാസം ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് കഴിഞ്ഞിട്ട് എൻ്റെ ആങ്ങളുടെ ഒരു മോളെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ സാധാരണ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും പരീക്ഷിച്ച് നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ അച്ചാറിൻ്റെ ഒരു പരീക്ഷണം കൂടി നടത്തി. അപ്പോൾ അങ്ങനെ ഈ ബിരിയാണിക്ക് വേണ്ട അച്ചാറുണ്ടാക്കി. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇതായപ്പോൾ എൻ്റെ ഒരു ആങ്ങളുടെ മോൾ തന്നെയാണ് ഇതിലേക്ക് എന്നെ നയിച്ചത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് അന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ അന്വേഷിച്ചു. അപ്പോൾ ഞാൻ പോയി കണ്ടു. അതിനെ ഇത് കൊടുത്തു. അപ്പോൾ ഞാൻ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇവിടെ കവരത്തി വന്നു. ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കവരത്തി വന്നു. പിന്നെ DST ആയിട്ട് ഇവിടെ കുറേ ട്രെയിനിങ്ങെല്ലാം തന്നു അവർ. അപ്പം അങ്ങനെ അതാണ് എൻ്റെ പ്രചോദനം. അവിടെ എന്തൊക്കെ കോഴ്സുകളുണ്ട്? അവിടെ ടൈലറിംഗ് ഉണ്ട്, പിന്നെ ജൂട്ട് മേക്കിംഗ് ഉണ്ട്, ബേക്കിംഗ് ഉണ്ട്, പപ്പട പിക്കി മസാല അതുണ്ട്, പിന്നെ എംബ്രോയ്ഡറി വർക്കുണ്ട്, പ്ലംബിംഗ് ഉണ്ട്,
AC ഇതുണ്ട്, പിന്നെ വെഹിക്കിൾ 2 വീലർ 4 വീലർ അതിൻ്റെ ഇതുണ്ട്. എല്ലാം അങ്ങനെ കുറേ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആയിട്ടാണ്, സെൽഫ് ഹെൽപ്പ് ഇതാണത്, സെൽഫ് എംപ്ലോയീസ് ട്രെയിനിങ് ആണത്. അപ്പോൾ അത് നമുക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള പ്രചോദനമാണ്. അത് കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അത് തൊഴിൽ ചെയ്യാനുള്ള, സ്വയം തൊഴിൽ ചെയ്യാനുള്ള അവസരം ഒരുക്കുകയാണ്. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും പങ്കെടുക്കാം, എല്ലാം പഠിക്കാം. പക്ഷേ ഈ കോഴ്സ് 2 വർഷം, ഒരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ 2 വർഷം കഴിഞ്ഞേ ചേരാൻ പാടുള്ളൂ. ഇപ്പം പപ്പട് പിക്കിൾ മസാല എന്ന് പറയുന്ന കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 വർഷം കഴിയണം ബാക്കി കോഴ്സ് ഇതാക്കി എടുക്കണം. അല്ല ടീച്ചർ ഇപ്പോൾ ട്യൂഷൻ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ട്യൂഷൻ എടുക്കുന്നുണ്ട്. ചെറിയ കൊച്ചുകുട്ടികൾക്ക് അക്ഷരം പഠിപ്പിക്കുകയാണ് എൻ്റെ വീട്ടിൽ തന്നെ പഠിപ്പിക്കും. പിന്നെ ഞാൻ ഇലക്ട്രിസിറ്റി മിഷൻ്റെ കീഴിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത വീടുകളിൽ എല്ലാം അവിടുത്തെ ഉപ്പമാർ വീട്ടിലുള്ള ആൾക്കാർ അവരെ കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു. പരീക്ഷ പേപ്പറെല്ലാം വന്നിരുന്നു. അപ്പോൾ അങ്ങനെ പരീക്ഷ എടുത്തു. പിന്നെ ഞങ്ങൾക്ക് സാക്ഷരത പിന്നെ ദിവസം ഇതെത്തിയാൽ അപ്പോൾ ഞങ്ങൾക്ക് പൈസ അയക്കും. അതനുസരിച്ച് സമ്മാനം വാങ്ങിക്കും. സമ്മാനം വാങ്ങിച്ചാൽ അവർ തരുന്ന പൈസ ഞങ്ങൾ ഡിവൈഡ് ചെയ്യും. കാരണം എല്ലാവർക്കും സമ്മാനം കിട്ടണം. അവർ 2, 3, 4 ഇതാണ് തരിക നമുക്ക്. അപ്പോൾ അങ്ങനെ തരുമ്പോൾ ഞങ്ങൾ അതിനെ വിഭജിച്ചിട്ട് അത് എല്ലാവരുടെ കയ്യിൽ എത്രയല്ല സമ്മാനം. അപ്പം അങ്ങനെ ഒരുപാട് പ്രൈസും പിന്നെ പ്രോഗ്രാം നടത്തി അങ്ങനെയെല്ലാം പൊതുവേദിയിൽ നല്ലൊരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ താങ്കളിപ്പോൾ ഒരുപാട് മേഖലകളിൽ ട്യൂഷൻ എടുക്കുന്നുണ്ട്, അല്ലാതെ ടീച്ചർ, ഇതൊക്കെ എങ്ങനെയാണ് ഒന്നിച്ചു കൊണ്ടുപോകുന്നത്? നമ്മൾ സമയം ക്ലിപ്തത വയ്ക്കും. ഉറങ്ങി എണീറ്റാൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, അത് കഴിഞ്ഞാൽ എവിടേക്കാണ് പോകേണ്ടത്, എന്താണ് പിന്നെ അടുത്ത പരിപാടി, ആ ടൈമിലാണ് ഞാൻ പോകുന്നത്. ടൈം കീപ്പ് ചെയ്താൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അതേപോലെ ഓരോ വ്യക്തിയുടെ വിജയത്തിന് പിന്നിലും കുടുംബത്തിൻ്റെ പിന്തുണ ആവശ്യമുണ്ട്. എങ്ങനെയുണ്ട് ടീച്ചർ? നല്ല സപ്പോർട്ടാണ് എനിക്ക്. മാഷാ അല്ലാഹ് എല്ലാവരും എൻ്റെ കാര്യത്തിൽ നല്ല സപ്പോർട്ടുണ്ട്. കാരണം ഉമ്മയും ഉപ്പയും ഇല്ലാതാകുമ്പോൾ നമ്മൾ അനാഥായി പോകുന്നുള്ള ഒരു ഇതുണ്ടല്ലോ. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഇല്ല. കാരണം ബാക്കി ആങ്ങളമാരും ജ്യേഷ്ഠത്തിമാരും 2 ജ്യേഷ്ഠത്തിമാരുണ്ട്, 3 ജ്യേഷ്ഠത്തിമാരുണ്ടായിരുന്നു. ഒരാൾ മരിച്ചു. പിന്നെ 2 ആങ്ങളമാരുണ്ട്. ആങ്ങളമാർ ടീച്ചറായിരുന്നു. അവരിപ്പോൾ പെൻഷൻ പറ്റി. അപ്പോൾ അവർ വീട്ടിലുണ്ട്. അപ്പോൾ അവരും അവരെ മക്കളും എല്ലാവരും സപ്പോർട്ടാണ് എനിക്ക്. അവർക്ക് ഇവിടെയാണോ നാട്ടിലാണോ? നാട്ടിലുണ്ട്. ഇപ്പോൾ എല്ലാവരും നാട്ടിലുണ്ട്. ടീച്ചറോട് വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഞാൻ ചെറിയ കൊച്ചിനാൾക്കേ വരുന്നതാണ് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒപ്പം. പിന്നെ ഉമ്മയും മരിച്ചപ്പോൾ പിന്നെ ആങ്ങളമാരോടൊപ്പം വരും. പിന്നെ ഇപ്പം തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ഇതുവരെയുള്ള ഈ യാത്രക്കിടയിൽ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ? സ്ത്രീ ഇങ്ങനെ വെല്ലുവിളി എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ ഒറ്റക്കാണ് പിന്നെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ഞാൻ എൻ്റെ കണ്ണെല്ലാ സ്ഥലത്തൂടെ സഞ്ചരിക്കും. കാരണം നമ്മൾ സുരക്ഷിതമാണോ എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷേ എനിക്ക് എവിടെ യാത്ര ചെയ്യുമ്പോഴും ഒരു കൈത്തുണ എത്തുന്നുണ്ട്. അത് വടച്ചോൻ തരുന്ന ഒരു സൗഭാഗ്യമാണ്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. പിന്നെ കാലാവർഷക്കെടുതി കാരണം പിന്നെ എന്തെങ്കിലും സിക്നസ് ഉണ്ടായാൽ, ഛർദിയെല്ലാം ഉണ്ടായാൽ അപ്പോൾ ഒരു ഇതുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ തനിച്ചാണ് വന്നത്. വലിയ ഇതിലാണ് വന്നതെങ്കിലും എന്നെ തുണക്കാൻ ആളുണ്ട്. എൻ്റെ അയൽവാസികളെല്ലാം എൻ്റെ തൊട്ടരികത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിയില്ലാതെ യാത്ര ചെയ്യാൻ പറ്റി. നമ്മുടെ ശ്രോതാക്കളോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്? സ്ത്രീകളോട് പറയാനുള്ളത്, ഇന്നത്തെ ചുറ്റുപാട് ജീവിക്കണമെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ചെയ്തേ തീരൂ. ആണുങ്ങൾ കൊണ്ടുവരുന്നത് കാത്തിരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് പിന്നെ പെണ്ണുങ്ങൾ ആണുങ്ങൾ കൊണ്ടുവരുന്ന പൈസ ദൂർത്തടിക്കാതെ ഒരു സമ്പാദ്യം സൂക്ഷിക്കുക. ഒരു 10 രൂപ ഓരോ ദിവസവും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നത്തേക്ക് അത് ഒരു വലിയ തുകയായി മാറും. കാരണം എനിക്ക് എൻ്റെ ഉപ്പ പറഞ്ഞു തന്ന ഒരു വഴിയാണത്. കാരണം നമ്മൾ ആരും ഇല്ലാതായിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ നമ്മൾ ആരെങ്കിലും സംരക്ഷിക്കൂ. നമ്മളെ സ്വഭാവത്തിനനുസരിച്ച് നമ്മളെ അടുത്തേക്ക് ആൾ വരൂ. അങ്ങനെയെല്ലാം ഇതുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചുകൊണ്ട് എൻ്റെ ഉപ്പ എന്നെ സമ്പാദ്യം സൂക്ഷിപ്പിച്ചത് കൊണ്ട് എനിക്കിന്ന് പേടിയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ആ ഒറ്റ കാരണം എല്ലാവരോടും ഞാൻ പറയുകയാണ്. ഞാനിപ്പോൾ ക്ലാസ് എടുത്ത എല്ലാ ആൾക്കാരോടും പറഞ്ഞാണ്, നിങ്ങളെ ഭർത്താക്കന്മാർ കൊണ്ടുവന്ന് തരുന്ന പൈസയിൽ നിന്ന് ഒരു 100 രൂപ അല്ലെങ്കിൽ 10 രൂപ ഒരു ദിവസം സൂക്ഷിച്ചാൽ ഒരു ഡെപ്പോസിറ്റ് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് അവരെ കൈ കാത്തിരിക്കേണ്ടിയില്ല. എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ അവരെയും സഹായിക്കാൻ പറ്റും, നമ്മളെ കയ്യിൽ നിന്നും എടുക്കാൻ പറ്റും. അതുകൊണ്ട് സമ്പാദ്യം പിന്നെ സൂക്ഷിച്ചേ പറ്റൂ.
അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഈ ചുറ്റുപാട് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വെറും കൈയോടെ ആർക്കും ഇരിക്കാൻ പറ്റില്ല ഇന്നത്തെ അവസ്ഥയിൽ. അല്ല, ഇപ്പൊ മുമ്പത്തേക്കാളും സ്ത്രീകൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ. അത് തന്നെ ഇപ്പം ഞാൻ ചേത്തലാത്തെല്ലാം പഠിപ്പിച്ചത് 33 ആൾക്കാരാണ്. 35 പേരുണ്ടായിരുന്നു, 2 പേര് വന്നിട്ടില്ല. പക്ഷേ നല്ല പെർഫെക്റ്റ് ആൾക്കാരാണ്. ഇപ്പം അവർ സ്വയം ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ എൻ്റെ നാട്ടിലും ആന്ധ്രത്തിലും പഠിപ്പിച്ച ആൾക്കാർ നല്ല കണ്ടീഷന് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം കവരത്തി ഒരു ബാച്ച് കഴിഞ്ഞു, സെക്കൻഡ് ബാച്ചാണ് കണ്ടീഷന് പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു സന്തോഷമാണ്. കാരണം എനിക്കറിഞ്ഞ ഒരു വിദ്യ വേറൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ആനന്ദം ഉണ്ടല്ലോ, അത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം പഠിച്ചോനെ എന്നെ എനിക്ക് ടീച്ചറാകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ BEd എടുത്തില്ല, TTC പഠിച്ചില്ല. ഇപ്പോൾ ടീച്ചറാണ്. ആ ഒരു സന്തോഷം ഇപ്പോഴും ഉണ്ട്. നല്ലൊരു ഇതാണ്, എനർജി. എവിടെ പോയാലും എനിക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ടീച്ചർ നല്ല അനുഭവങ്ങളാണ് പങ്കുവച്ചത്. ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. ആകാശവാണിയോട് എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാണ്. കാരണം ഞാൻ ചെറിയ സമയത്തെ സ്കൂളിൽ ചെറിയ കുട്ടികളാകുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ റേഡിയോ സ്റ്റേഷൻകാരെ പാട്ട് പാടിക്കാനെല്ലാം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പാട്ടറിയില്ലായിരുന്നു. പക്ഷേ ആൾക്കാർ പാടുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഒന്ന് റേഡിയോ സ്റ്റേഷനിൽ പോയി ഒരു പാട്ടെങ്കിലും പാടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പാട്ട് പാടിയില്ലെങ്കിലും റേഡിയോ സ്റ്റേഷനിൽ വന്ന് ഇങ്ങനെ ഒരു ഇതിൽ പിന്നെ സംവദിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് തങ്ങിയുണ്ട്. പടച്ചിറപ്പ് അങ്ങനത്തെ ഒരു സന്തോഷം തന്നതിന് അള്ളാഹിനെ സ്തുതിക്കുന്നു ഞാൻ. ടീച്ചർ വേണമെങ്കിൽ ഒരു പാട്ട് പാടാം, ആഗ്രഹം ഒന്ന് നിറവേറട്ടെ, പാടിക്കോളൂ. എന്നെ വാപ്പ പഠിപ്പിച്ച തന്നെ ഒരു പാട്ടുണ്ട്. ബമ്പുറ്റി ഹംസറലി അല്ലാ ചാടി ടെമ്പിയ ശിവതിൽ മാറടാ വള്ളൽ നബി മഹമൂദർ ഹൗലിന് വെള്ളം കുടിക്കുന്നോനാരടാ അംബർ സഫിയുള്ള കാവൽ വെച്ചുള്ള എമ്പരമിൽ വന്ന് ചേരടാ. നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ ടീച്ചറെ. എൻ്റെ ഉപ്പ ഒരു നല്ല പാട്ടുകാരനും കൂടിയായിരുന്നു. പിന്നെ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു, ആദ്യത്തെ മാഷായിരുന്നു, ഹെഡ് മാഷായിരുന്നു HKJB സ്കൂൾ. എൻ്റെ ഉപ്പാൻ്റെ ഭൂമിയിലാണ് അതുള്ളായിരുന്നത്. അപ്പോൾ പക്ഷേ ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്നെങ്കിലും എൻ്റെ ഉപ്പ അവിടുത്തെ ഹെഡ് മാഷായിരുന്നു. എൻ്റെ വീട്ടിലായിരുന്നു സാധനങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്നത്. അപ്പം ഞാനില്ലായിരുന്നു. ചെറിയ ഓലമേഞ്ഞ സ്കൂളായിരുന്നു. പിന്നെ ഇതിപ്പോഴത്തെ 2 നില സീനിയർ ബേസിക് സ്കൂളായി മാറി. ഇപ്പോൾ ആമീനായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ പല പോസ്റ്റിലും നല്ല കാർപ്പൻ്ററാണ്, ആശാരിയാണ്, പിന്നെ നല്ലൊരു പൊതുപ്രവർത്തകനാണ്. അങ്ങനെയുള്ള എല്ലാം ഉള്ള ഒരു ആളാണ്. ബാപ്പയുടെ എല്ലാ ഇതും കിട്ടിയിരിക്കുന്നതും ആൾക്കാണല്ലേ. നല്ല ഇതുണ്ട്. അപ്പം എന്തായാലും നല്ലൊരു നിലയിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഒന്നുകൂടി നമസ്കാരം. ആമീൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫെൺ ഫൂരിഷ. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്കിൽ ട്രെയിനറായി സേവനമനുഷ്ഠിച്ചു വരുന്ന ആന്ധ്രോത്ത് ദ്വീപ് സ്വദേശിനി TP റഹ്മത്ത്. ഈ പരിപാടി തയ്യാറാക്കിയത് BB സമിയ സലാഹിയ മൻസിൽ. നന്ദി, നമസ്കാരം.